ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് ഭരതനാട്യം 2 അഥവാ മോഹിനിയാട്ടം എന്ന് പറഞ്ഞ സിനിമ കണ്ടു വന്നിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഷൈജു കുറുപ്പ് 150th മൂവി എന്ന് പറഞ്ഞ് രജനീകാന്തിൻ്റെ ടൈറ്റിലാണ് കാണിക്കുന്നത്. അവിടെ തുടങ്ങും കോമഡി. ആൻഡ് ഈ സിനിമ ഒരു ഡാർക്ക് ഹ്യൂമർ മൂവിയാണ്. കംപ്ലീറ്റ് ഡാർക്ക് ഹ്യൂമർ ആൻഡ് ക്രൈം ത്രില്ലർ മൂവി. ഓക്കെ, അവിടെയാണ് എന്നെ ഈ പടത്തിന് അത് നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കുന്ന രീതിയിൽ ഈ പടം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആൻഡ് ഈ സിനിമയിലെ ഡയറക്ടർ കൃഷ്ണദാസ് മുരളി, പുള്ളി തന്നെയാണ് ഈ സിനിമേൻ്റെ ഫസ്റ്റ് പാർട്ട് എടുത്തത്. പക്ഷേങ്കിൽ ആ പടം തിയേറ്ററിൽ ഫ്ലോപ്പ് ആണെങ്കിലും OTTയിൽ ആൾക്കാർ നല്ല സ്വീകരണമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ പാർട്ട് 2 റിലീസ് ആവുന്നത്. ആട് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഇതുപോലെ ഒരു ഫസ്റ്റ് പാർട്ട് ഫ്ലോപ്പായിട്ട് സെക്കൻഡ് പാർട്ട് ഇറങ്ങുന്നത് ചിലപ്പം ഷൈജു ഗ്രൂപ്പിൻ്റെ ഈ പടമായിരിക്കും. ആൻഡ് ഈ സിനിമയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സംഭവം എന്ന് വെച്ചാൽ എല്ലാവരുടെ ഇൻട്രൊഡക്ഷനും ഭയങ്കര സിമ്പിളാണ്. സുരാജ് വെഞ്ഞാറമൂടിൻ്റെ ഇൻട്രോ, അത് എല്ലാവരും ഇൻട്രൊഡക്ഷനും ഭയങ്കര പെട്ടെന്ന് തന്നെ കാണിക്കും. സുരാജ് വെഞ്ഞാറമൂടിൻ്റെ ഇൻട്രൊഡക്ഷൻ കാണിക്കുന്ന തന്നെ പുള്ളിൻ്റെ ക്യാരക്ടർ എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണ്. ആൻഡ് ഈ സിനിമേൻ്റെ ഫസ്റ്റ് പാർട്ടിൽ രണ്ടാമത്തെ ഭാര്യേൻ്റെ ഒരു കോംപ്ലിക്കേഷൻ ആണെങ്കിൽ ഇതിൽ അതിനും മേലെ പരിപാടിയാണ്. നമുക്ക് ചിന്തിക്കുന്നേക്കാൾ അപ്പുറം പരിപാടിയാണ് ഈ പടം. ഫസ്റ്റ് പാർട്ട് ഇതാണെങ്കിൽ സെക്കൻഡ് പാർട്ട് അങ്ങ് ഇതാണ്. അതാണ് എനിക്ക് ഫീൽ ആയത്. ഫസ്റ്റ് പാർട്ടിലെ കോംപ്ലിക്കേഷൻസൊക്കെ ഓട്ടവും ചാട്ടവും ഒക്കെ ഇങ്ങനെ ഒരു ലെവലുണ്ടല്ലോ, അതിന് മേലെ ഫസ്റ്റ് പാർട്ടിൽ രണ്ടാമത്തെ വൈഫ്, അതാണ് പ്രശ്നം, നാട്ടുകാർ അറിഞ്ഞാലുള്ള പ്രശ്നം. ഇത് അതൊക്കെ മേലുള്ള പരിപാടിയാണ്. ആൻഡ് ഈ സിനിമയിൽ ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് പാർട്ടിലുള്ള ആ ഒരു പ്രോബ്ലം ഇതിലൊരു ടെമ്പിൾ ബേസ്ഡ് പ്രോബ്ലമാണ്. അത് ഒരു കോൺട്രവേഴ്സി ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു പരിപാടിയാണ്. അത് എത്ര പേര് ആ ഒരു സ്പിരിറ്റിൽ എടുക്കുമെന്ന് എനിക്കറിയില്ല. ബട്ട് അത് കുറേ പേര് ഇങ്ങനെ ചെയ്യുന്നുണ്ടാവും, നാട്ടിൽ ഇങ്ങനത്തെ ഒരു സംഭവം നടക്കുന്നുണ്ടാവും. നമ്മളെ ചിന്തിപ്പിക്കുന്ന രീതിയിലാണ് ഈ സിനിമ എടുത്തത്. ആൻഡ് അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സിനിമ കാണുന്ന ഭയങ്കര റിലീജിയസ് ആയുള്ള ആൾക്കാർ അത് ഏതൊരു സ്പിരിറ്റിൽ എടുക്കുന്നു നമുക്ക് പറയാൻ കഴിയില്ല. ആൻഡ് ഇതിൽ സുരാജേട്ടൻ്റെ ഒരു ഔറ എനർജി നമുക്കറിയാലോ സുരാജേട്ടൻ എങ്ങനെയാണെന്ന്. സോ പുള്ളീൻ്റെ ക്യാരക്ടർ ഇതിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയൊരു ക്യാരക്ടറാണ്. അതുപോലെ ഈ ഷൈജു കുറുപ്പിൻ്റെ ഫാമിലിയും പിന്നെ എക്സ്ട്രാ വരുന്ന ഒരു പരിപാടിയാണ് നമ്മുടെ ജഗദീഷ് ചേട്ടനും നമ്മുടെ ബേബി ജീനും പിന്നെ വിനോയ് ഫോർട്ടും. ബേബി ജീൻ സെക്കൻഡ് ഹാഫ് തൂക്കാണ്. ബേബി ജീൻ സെക്കൻഡ് ഹാഫ് പൊള്ളിയാണ്, ഒരു രക്ഷയില്ല. ഇതിൽ നന്ദു പൊടുവാൾ പുള്ളിക്കാരൻ, നമ്മുടെ വഴിപോക്കനായിട്ട് അറിയപ്പെടുന്ന പുള്ളിക്കാരനാണ് ഈ സിനിമ കംപ്ലീറ്റ്. കൗണ്ടറുകളൊക്കെ പുള്ളീൻ്റെ സൈഡിൽ നിന്നുള്ള കൗണ്ടറുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് നമ്മുടെ കലാരഞ്ജിനി ചേച്ചി, പുള്ളിക്കാരിൻ്റെ എക്സ്പ്രഷൻസ്, പുള്ളിക്കാരിൻ്റെ ടൈമിങ്, ഇതിൽ സ്റ്റാർട്ടിങ് സിനിമ തുടങ്ങുന്നതിനൊക്കെ മുമ്പ് നമുക്ക് പുകവലി ആരോഗ്യത്തിന് ഹാനികരെന്ന് കാണിക്കുന്ന ഭാഗം പുള്ളിക്കാരിയാണ് ഡബ് ചെയ്യുന്നത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സാധാരണ സിനിമാ നടന്മാർ, ഡയറക്ടർമാർ ഇവരൊക്കെയാണ് ചെയ്യുക. ഞാൻ സൗണ്ടിനൊരു പ്രശ്നം ഉണ്ടായിട്ട് പോലും പുള്ളിക്കാരീനെ ആ ഒരു കർത്തവ്യം ഏൽപ്പിച്ചത്, ഐ റിയലി റെസ്പെക്ട് ദ ഡയറക്ടർ ഹൂവർ ഡു ദാറ്റ്. ഈ സിനിമയിൽ റെഫറൻസിൻ്റെ ഒരു കൂടാരം തന്നെയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു ക്രൈം ത്രില്ലർ. സോ ഇതിൽ എന്തായാലും ദൃശ്യത്തിൻ്റെ റെഫറൻസ് ഉണ്ട്. അതൊരു പൊളി പരിപാടിയായിരുന്നു. ആൻഡ് ജഗദീഷ് ചേട്ടൻ സെക്കൻഡ് ഹാഫിൽ നമ്മുടെ വേഷം സിനിമയിലെ മമ്മൂട്ടീൻ്റെ അതിൽ ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഡയലോഗ് ഉണ്ട്. അത് ടൈമിങ് പൊളി, അടിപൊളി. പടം ഭയങ്കര ഡാർക്ക് ഹ്യൂമർ, നോ ലോജിക്. ആൻഡ് സെക്കൻഡ് ഹാഫ് ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു, ബേബി ജെയിൻ തൂക്കി. ആൻഡ് ഇതിൽ ഗസ്റ്റ് റോളായിട്ട് വിജയ് ബാബു വരുന്നുണ്ട്. പക്ഷേ വലിയ ഇമ്പാക്റ്റ് ആയിട്ടുള്ള റോളൊന്നല്ല പുള്ളിക്കുള്ളത്. ജഗദീഷ് ചേട്ടൻ സെക്കൻഡ് ഹാഫ് പൊളിയായിരുന്നു. ആൻഡ് ഫസ്റ്റ് ഹാഫ് പെട്ടെന്ന് തീരും, സെക്കൻഡ് ഹാഫ് കുറച്ച് ലെങ്ത് ആയി തോന്നും. ബട്ട് ഈ സിനിമ ഒട്ടും മടിപ്പിക്കാതെ, ബോറടിപ്പിക്കാതെ നമുക്ക് അടിച്ച് പൊളിച്ച് തിയേറ്ററിൽ നിന്ന് കാണാൻ പറ്റിയൊരു ഫൺ എൻ്റർടൈൻമെൻറ്റ് മൂവി ആയിട്ടാണ് എനിക്ക് ഫീൽ ആയത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി കുട്ടികളൊക്കെ ആയിട്ട് സിനിമയ്ക്ക് പോകാം. ആൻഡ് ഇതിലൊരു വേറൊരു പ്രശ്നം വരാൻ പോകുന്നത്, ഒന്ന് ഞാൻ ഈ പറഞ്ഞ ടെമ്പിളിൻ്റെ ഒരു ഇഷ്യൂവും പിന്നെ ഒരു ക്രൈം നോർമലൈസാക്കി കാണിക്കുന്നത് കൊണ്ടാണ് ഡാർക്ക് ഹ്യൂമർ എന്ന് ഞാൻ പറയുന്ന പടത്തിന്. ആൻഡ് ഈ സിനിമ എത്ര പേർക്ക് വർക്കൗട്ട് ആവുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഹാപ്പിയാണ്. പടം കണ്ടിട്ട് എനിക്ക് ഒരു കുഴപ്പമില്ല. അടിപൊളി സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ആയത്. നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ മൂവി റിലേറ്റഡ് വീഡിയോസ് ആൻഡ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്യാം. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.